ഹലോ മൈ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. പിന്നെ പറയാനുള്ള വ്ളോഗ് ലാസ്റ്റ് ഡേ ആണ്. ഇപ്പൊ നമ്മള് നിൽക്കുന്ന കൊച്ചിയിലാണ്. വർമാജിന്റെ ആളറിഞ്ഞാണ് ഹോട്ടലിൽ കയറാൻ പോവാണ് ഞങ്ങള്. നമുക്ക് നോക്കട്ടെ. അപ്പൊ വർമാജിന്റെ ആളറിഞ്ഞ കേറ്റു നമ്മളെ പെട്ടെന്ന് സീറ്റ് കിട്ടും. വർമാജിന്റെ വീഡിയോ കാണുന്ന ഇപ്പൊ തന്നെ നമ്മളെ മൈക്ക് വെച്ച് ഇയാളെ പേര് മാഞ്ചി പറയാം. വർമാജിന്റെ ആളാണ്. ആരോടെ കുറെ വർമാജിന്റെ ആളാണ്. വർമാജിന്റെ ആളെ പറയണം. വർമാജിന്റെ ആളെ പറഞ്ഞിട്ട് തരാം. അല്ല, വർമാജിന്റെ ആളെ ആരോട് പറയാം. വാ നിക്ക് ഞങ്ങള് വർമാജിന്റെ ആളാണ്. വർമാജിനെ അറിയോ? അപ്പൊ അങ്ങ് സ്പെഷ്യല് മറ്റേ മാങ്ങ അപ്പൊ ആരിസ്ക വർമാജി വിചാരിച്ച ആളല്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉള്ളതാണ്. സിഗരറ്റ് കുട്ടിത്തന്നെ സിഗരറ്റ് കുട്ടിയോടെ അന്ന് പറയുമ്പോല സിഗരറ്റിന്റെ അടുത്ത് സിഗരറ്റ് അജിമലിന് മുട്ടായി ഉണ്ട്. ഒരു മുട്ടായി ചംസ് ചീരൻ മുട്ടായി ആണത്. ഭാവി നോക്കുന്നുണ്ട് അതിലപ്പോ എന്താണ് ഞാനും നോക്കാം. ഇവിടുത്തെ ബിരിയാണിന്റെ ഫാനാണ്. അതൊക്കെ ഇവിടുത്തെ ബിരിയാണി കഴിച്ചോളൂ. പിന്നെ ഇവിടുത്തെ സലാഡ് തരാണ്. ഇവിടെ പൊറാട്ടക്ക് എത്ര? 22 റുപ്യ. ചെന്നൈത്താണ് റേറ്റ്. ചെന്നൈയില് പയമ്പൊരിക്ക് 200 റുപ്യടാ. അല്ല ചേച്ചിയെ, ഇവൻക്ക് കൊടുത്താലും ഒന്ന് ഒരു ലോട്ടറി ചിലപ്പോ അതോ ബാക്കി ഉണ്ടെങ്കിലോ ലോട്ടറി അടിച്ചൊക്കെ തരുമോ? ഫുള്ള് പൈസ ഉറപ്പാ? അപ്പൊ കൊടുക്കും. ചേച്ചിയെ, അവനക്ക് ലോട്ടറി വേണം. ഇവനെ കണ്ടിട്ട് അടിച്ചണ മാതിരി തോന്നുന്നുണ്ടാ? ഓക്കെ ചേച്ചിയെ ഇവിടെ വരി. ഇവന്റെ മുഖം നോക്കി. അടിക്കാതെ വാക്കണ്ടാ നോക്കടി. ഓനും പിടിക്കണം. പൈസ അടിച്ചാ അടിക്കോ? കണ്ടിട്ട് അടിക്കോ വെച്ചവനെ കണ്ടിട്ട്? നല്ല അടി കിട്ടുന്നു. ഏതായാലും പോയോക്കട്ടെ. ഇനി കോട്ടകയിൽ എത്തിയിട്ട് വരാം. ചെന്നൈ പോക്ക് മൊത്തത്തിൽ കഴിക്കും. ഓക്കെ, സെറ്റ്. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങള് നാട്ടിലെത്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അൻമസേ നീണ്ട 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാട്ടിലെത്തിക്കണേ. കേരളത്തിൽ കാലുത്തി. ഇത്രയും നേരം അണ്ണന്മാരെ കാലിലോട്ടേത് എങ്ങനെ ഉണ്ടായിരുന്നു? അനക്കുള്ള ഒരു അനുഭവം അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ താടിയൊക്കെ വന്നിട്ട് അനുഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ചെന്നൈ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പുറം ലോകമായോണ്ട് ആകെ ഇടങ്ങറായിരുന്നു. ഒരു സുഖം, നാട്ടിൽ അത്ര സുഖമൊന്നുമില്ല. അവിടെ ഒന്നാമത് വെച്ചാ ഭയങ്കര ചൂടാ അല്ലെ? പ്രത്യേക ഒരു വെയില്. പിന്നെ നമ്മൾ കേരളത്തിന് മാറിയല്ല, മൊത്തം സ്ഥലം ഗജ സ്ഥലം അല്ലെ? നല്ല മണോ. തമിഴ്നാട് ഒന്നും പറയാം. തമിഴ്നാട് അതായത് റോഡ് കാര്യങ്ങൾ ഓക്കെയാണ്. ബാക്കി വൃത്തിന്റെ കാര്യം ഫുഡ് പ്രത്യേകിച്ച് ഫുഡ് പോലെ നിങ്ങള് രാവിലെ കഴിച്ചില്ലല്ലോ.
വെയില് കാരണം രാവിലെ ഫുഡും കഴിച്ചിട്ടില്ല, ഒരു തൈ കഴിച്ചിട്ടില്ല, വെയിലും ഫുഡിന് തോന്നും. അങ്ങ് സ്പെഷ്യൽ എന്താ അനുഭവം ഉണ്ടായ വന്നത് മുതലായി അങ്ങനെ എന്തേ പറയാൻ കാരണം? മുതലായി പറഞ്ഞ എറണാകുളം കൊച്ചി അത് നമ്മളൊരു ഹോട്ടലിൽ കയറിയില്ലേ, അവിടുത്തെ ബിരിയാണി നല്ല സൂപ്പർ, നല്ല സൂപ്പർ. പിന്നെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ട്, അത് അതിനൊക്കെ സൂപ്പർ. 4 ദിവസത്തിന് ശേഷം നല്ല ഫുഡ് ഇന്ന് കിട്ടും എറണാകുളം. മറ്റേത് ഒരു അവിടെ റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്താ എറണാകുളത്ത്, അത് ചെന്നൈയില് ഒരു പഴംപൊരിക്ക് 200. ഒരു വലിയ ഓട്ടോ കയറിയാണ് ഞങ്ങള്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. എത്ര രൂപ വെച്ചപ്പോ 400-300. ആദ്യം ഞങ്ങളോട് 300 പറഞ്ഞിട്ടാ, അണ്ണാ കമ്മി പണ്ട് കണ്ടോ 250. പിന്നെ ഞങ്ങള് നിവർത്തിക്കൊണ്ട് ഞങ്ങള് ഓട്ടോയിൽ കയറി പോയില്ലേ. പിന്നെ ചിലയിടത്തൊക്കെ ഫുഡൊക്കെ ഭയങ്കര റേറ്റാടാ. പൊറാട്ടക്ക് ചെന്നൈയില് 28-29 റുപ്യ. ചപ്പാത്തിക്കും അതേമാതിരി. കേരള ഹോട്ടലിൽ ഇട്ടാ മതി, എന്ത് ലാഭമാണ്, എത്രമാതിരി പൈസ ഉണ്ടാക്കണേ. എന്തൊരിതാ, നല്ല റേറ്റ് ഉണ്ടാക്കണല്ലേ. വേറെ അൻഫാസിന് സ്പെഷ്യലായി തോന്നിയത് എന്താ പറയും? സ്പെഷ്യലായിട്ട് ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രാവൽ അടിപൊളിയായിരുന്നു. മൊത്തം 1500 സംതിങ് കിലോമീറ്റർ, 1600 കിലോമീറ്റർ. ഉറങ്ങി, കണ്ണൊക്കെ കാണുന്നുണ്ട്, ഉറങ്ങി. എന്നാ ഞാൻ എന്തെങ്കിലും ഞാൻ ഇപ്പൊ പറയാനുള്ള ഇതന്നെ, നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഇത്ര ദൂരം ആദ്യമായിട്ടാ പോണത്. ഛർദിക്കുന്നുണ്ട്, ഛർദിച്ചില്ല. ഇനി ഒന്ന് പെരി പോയിട്ട് കുളിച്ചണം, കിടന്നുറങ്ങണം. ബഹുമാനപ്പെട്ട അജ്മൽ അന്തംഗാമി ബാത്റൂം കയറ്റി കുറെ നേരമായി. ഓനും കൂടി തൂക്കിയിട്ട് ഓൻ്റെ കൂടെ എന്താ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. അതന്നെ മെയിൻ ആയിട്ടുള്ളൂ. ഏതായാലും നാട്ടിലെത്തി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. കയറ് മാഞ്ചന് മുട്ടടി ക്യാമറക്ക് അല്ല കയ്യ്. അജ്മൽ മാഞ്ചേരി കൂടി വിളിച്ചിട്ട് ഓനോട് കൂടി അഭിപ്രായം ചോദിച്ചോക്കാം. ഓൻ കിളി പാറി വരുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂട്ടാ. ഓക്കെ, ഞാൻ ഓനിച്ച് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മള് അജ്മൽ പോയി വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. അവിടെ പോയി വന്നിട്ട് ഫസ്റ്റ് ബാത്റൂമിലാണ് പോയത്. ഇവിടുത്തെ ബാത്റൂമാണ് സ്വർഗം. അവിടുത്തെ ബാത്റൂം കണ്ടിട്ട് ഒന്നിനും പോകാൻ തോന്നുന്നില്ല. പറയാനുള്ള ഫുഡിനെ കുറിച്ച് പറയാനുള്ള 5 പൈസക്ക് ഇല്ലാത്ത ഫുഡാണ്, ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിലത്തെ ഫുഡാണ് പോകുന്നത് സ്വർഗം അല്ലേ? റൈറ്റ് നമ്മളെ നാട്ടിലത്തെ ഡബിൾ ഇരട്ടി ഉണ്ട് പൊറാട്ടക്ക്. ഒരു പൊറാട്ടന്റെ പൈസ ഇവിടെ ഒരു പൊറോട്ട വേങ്ങുണ്ട്, അവിടെ 2 പൊറോട്ട വേങ്ങാം. അല്ല അങ്ങനല്ല, ഇവിടെ 2 പൊറോട്ട വേങ്ങണം, അവിടെ ഒരു പൊറോട്ട വേങ്ങാം. പൈമ്പൊടി 200 റുപ്യ. നേരങ്ങള എത്ര? 50 റുപ്യ. നമ്മക്കവിടെ പോയി ഒരു ഹോട്ടൽ ഇട്ടാലോ? കേരള ഹോട്ടൽ അതെ അതെ, കേരള ഹോട്ടൽ റേറ്റും കുറച്ച് കൊടുത്താൽ യാത്ര കുഴപ്പമില്ലേനും. ഇവിടുത്തെ അതേ റേറ്റ് കൊടുത്താലും കുഴപ്പമില്ല, എല്ലാരും അവിടേക്ക് വരും. തമിഴന്മാരും ആണ്ടും കണ്ടു. മൊത്തത്തില് ടോട്ടലി നമ്മൾ പോയി വന്നത് 1600 കിലോമീറ്റർ, അതും കാറില് ചത്തുകുണു. അപ്പൊ ഇന്നാ ചെന്നൈ വ്ളോഗ് ഇവിടെ എൻഡ് ആണ്. നാളെ കുറച്ച് വെറൈറ്റി, ഇനി മുതലാണ് വെറൈറ്റി വ്ളോഗുകളല്ലേ? ഇനി മുതൽ വെറൈറ്റി ആണ് പ്ലാൻ. വെറൈറ്റി ആണ്. നമ്മളും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. ഞാൻ പോയി റെസ്റ്റ് എടുക്കാതെ. നല്ലൊന്ന് റെസ്റ്റ്. ഇന്ന് നാളെ ലീവാണ്. പുതിയ രീതിയിലേക്കാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ഒക്കെ വരിക. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഈ യാത്ര കുറവേ കാരണം ഇനി പരിസരമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വ്ളോഗ് എടുക്കണം. നമ്മളെ നാടൊന്ന് കുറച്ച് ദിവസം ആസ്വദിക്കട്ടെ. അപ്പൊ ഓക്കെ, എന്നാ ബൈ.